ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. അതെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് നമ്മുടെ വയലിലുള്ള കൈസ മോട്ടോഴ്സിലാണ്. നമ്മുടെ പുതിയ കോണ്ടിനെൻ്റൽ GT മിസ്റ്റർ ക്ലീൻ റിവ്യൂയുടെ വന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വണ്ടി പ്ലസ് നമ്മുടെ മറ്റ് 650cc വണ്ടികൾ, അതായത് ബെയർ, ഇന്റർസെപ്റ്റർ, ഷോർട്ട് കണ്ണ്, സൂപ്പർ മീറ്റിയോർ, ക്ലാസിക്, എല്ലാ 650cc വണ്ടിയുടെയും ഓൺ റോഡ് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ സെപ്പറേറ്റ് ചെയ്യാനാണ് വിചാരിച്ചത്, ബട്ട് ഓരോ വണ്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ GTയുടെ ചെറിയ വിശേഷം പറഞ്ഞുതരാം. ശേഷം നമുക്ക് എല്ലാ വണ്ടിയുടെയും ഓൺ റോഡ് പ്രൈസ് പറഞ്ഞുതരാം. ഈ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് വിത്തൗട്ട് ആക്സസറി ആണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ക്രാഷ് ബാറോ അല്ലെങ്കിൽ എക്സ്ട്രാ ഇതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ബാർ ആൻഡ് മിറേഴ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ സാധനമൊക്കെ കയറ്റുകയാണെങ്കിൽ അഡീഷണൽ കോസ്റ്റുകൾ വേറെ കൊടുക്കേണ്ടി വരും. അത് എക്സ് ഷോറൂമിലാണ് ആഡ് ചെയ്യുക. നമ്മുടെ ഇരിക്കുന്നത് ടോപ്പ് സ്പെക് വേരിയന്റ് ആണ്, മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞിട്ട്. നമുക്കിത് കൂടാണ്ട് രണ്ട് വേരിയന്റ് വരുന്നുണ്ട്. ഒരു റോക്കറ്റ് റെഡ്, ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ, അതാണ് ബേസ്. പിന്നെ അതിന് മുകളിൽ നമുക്ക് അലയുള്ള ഒരു വേരിയന്റ് വരുന്നുണ്ട്. അലയുള്ള വേരിയന്റാകുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിൻ കേസിംഗ് ഒക്കെ ബ്ലാക്ക് ആയിരിക്കും, എക്സോസ് ബ്ലാക്ക് ആയിരിക്കും. അത് പൊതുവെ ആർക്കും ഇഷ്ടമായില്ല ആ ഒരു മോഡൽ. പിന്നെ മൂന്നാമത്തെ ആൻഡ് ടോപ്പിലിരിക്കുന്ന പറയുന്നത് മിസ്റ്റർ ക്ലീൻ ആണ്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്പോക്ക് വീലിനെ റിട്ടേൺ ചെയ്തു. അതുകൂടാണ്ട് കാണാൻ പറ്റും ക്രോം ആയിട്ടുള്ള ടാങ്ക്, ക്രോം എക്സോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ സെക്ഷനൊക്കെ ക്രോം ആണ്. യു ക്യാൻ സീ നല്ല രസമാണ് കേട്ടോ. ഇൻ പേഴ്സൺ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും ഇങ്ങനെ പോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ GTനെ പറ്റി എന്താ പറയുക, നമ്മുടെ റോയൽ എൻഫീൽഡ് ആയപ്പോൾ കഫേ റേസർ CC ട്വിൻ വെച്ചിട്ടുള്ള ഒരു കഫേ റേസർ. നമുക്ക് ഈ ഒരു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 5 lakh താഴെ ട്രക്സൺ ഇപ്പോൾ വന്നിട്ടുണ്ട്, ട്രക്സൺ 400. പക്ഷേ അത് സിംഗിൾ സിലിണ്ടർ ആണ്. ഒരു പ്രോപ്പർ ഒരു കഫേ റേസർ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യം വരുന്ന ആ ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വണാനുള്ള കഫേ റേസർ അണ്ടർ 5 lakh എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് GT തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഒരു കഫേ റേസർ എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, മെയിൻലി പുറത്ത് യൂറോപ്യൻ ആൻഡ് വെസ്റ്റേൺ കൾച്ചറാണ്. ഒരു കഫേയിൽ നിന്ന് വേറെ കഫേയിലേക്ക് റൈഡ് ചെയ്യുക, അതായത് ചായ പിടിക്കാൻ പോകുക. അതിനെ ബൈക്ക് കാലത്ത് കഴിഞ്ഞിട്ട് ചായ പിടിക്കാൻ പോകുന്നതിനാണ് അവർ ട്രെൻഡാക്കി കഫേ റേസറിനൊക്കെ വിളിക്കുന്നത്. ആ ഒരു കൾച്ചർ ആക്ച്വലി നമുക്കിവിടെ ഇല്ല. നമുക്കിവിടെ അങ്ങനത്തെ കൾച്ചറോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഇന്ത്യയിൽ എത്രത്തോളം വർക്കാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാഷൻ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെസ്റ്റേൺ കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി നോക്കാം. അത് പറയാൻ കാര്യമുണ്ട്, കാരണം ഇതിൻ്റെ ഒരു എർഗണോമിക്സ് തന്നെയാണ്. കുറച്ചൊന്ന് അഗ്രസീവ് ആയിട്ടുള്ള എർഗണോമിക്സ് ആണ്. നമ്മുടെ TVSന്റെ അപ്പാച്ചെ RR3 ആ ഒരു ലെവൽ അഗ്രസീവ്നെസ് ആണ്. നമ്മുടെ R15 അല്ലെങ്കിൽ RC അത്രയൊന്നും കിടന്നിരിക്കേണ്ട ഒരു അപ്പാച്ചെ RR3 ലെവലുള്ള ഒരു സ്പോട്ടിനെസ് ആണ് ഇതിന് വരുന്നത്. സോ ഇതൊരു ഡെയിലി യൂസിനോ അല്ലെങ്കിൽ ഒരു ലോങ് റൈഡിനോ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കഫേ റൈസ് കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് ആ ഒരു മൊത്തത്തിലുള്ള ഒരു എസ്തെറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വണ്ടി നോക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്റർസെപ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഇതിലും കുറച്ചും കൂടി റേറ്റ് കുറവാണ്. ഇന്റർസെപ്റ്റർ നോക്കാം. അതാകുമ്പോഴത്തേക്കും ടാങ്ക് വ്യത്യാസമുണ്ട്, സീറ്റ് ബാക്ക് വ്യത്യാസമുണ്ട്, ഹാൻഡിലും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ആയിരിക്കും ഇന്റർസെപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ മോഡൽസിനും നമുക്ക് LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാണുന്ന ഭംഗിയുള്ളൂ, വലിയ ഇൻറ്റൻസിറ്റി ഒന്നുമില്ല. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു 41mm ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് കാണാം. 130 mm എങ്ങാണ്ടും സസ്പെൻഷൻ ട്രാവൽ ഉണ്ട്. ഞാൻ കൃത്യമായിട്ടുള്ള താഴെ ഇടാം. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ഒരു 18 ഇഞ്ച് അലോയ് പ്രൊഫൈലാണ്, ഐ മീൻ സ്പോക്ക് വീലാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ബാക്കും മൈനറ്റാണ്, ഫ്രണ്ടും മൈനറ്റാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു മിഡ് വേരിയൻറ്റ് നിങ്ങൾക്ക് ട്യൂബ്ലെസ് ആയിട്ടുള്ള വീൽസ് ടയേഴ്സും കാലൊക്കെ ഇടാൻ പറ്റും. ഇതിന് നമുക്ക് ട്യൂബ്ഡ് ആയിട്ടുള്ള ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിലൊരു 100 സെക്ഷൻ ടയറാണ്, 190. ബാക്കിലാകുമ്പോഴത്തേക്ക് ഒരു 130 സെക്ഷൻ 70 സെക്ഷൻ ടയർ പ്രൊഫൈലാണ് ബാക്കിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് LED കയറ്റാം, റോയൽ എൻഫീൽഡ് തന്നെ. ബട്ട് ഈ വണ്ടിക്ക് ഓപ്ഷണലായിട്ട്, അതായത് ഒരു ടോപ്പ് സ്പെക് വേരിയൻ്റ് ആയിട്ട് പോലും നമുക്കൊരു LED സ്റ്റാൻഡേർഡ് വരുന്നില്ല. ഫ്രണ്ടിൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫെൻഡർ കാണാനായിട്ട് പറ്റും. ഇത് മെറ്റാലിക് എന്ന് പറയാൻ കാര്യം ഈ ഒരു സിമിലർ എസ്തെറ്റിക്സ് ആണ് നമുക്ക് 100 വരുന്നത്. ബട്ട് 100 അത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ടോപ്പ് സ്പെക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സ് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് വരുന്നത്. നമുക്ക് ഇവിടെ ഫ്രണ്ടിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വണ്ടിക്ക് റൈഡ് ബൈ വെയർ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഡ്യുവൽ ത്രോട്ടിൽ കേബിൾ ആണ് വരുന്നത്. ഇതൊരു ഓൾഡ് സ്കൂൾ വൈബ് തരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഇൻഡിക്കേറ്റർ പോലും LED ആക്കാത്ത. ഈവൻ ഈ ഒരു ഹെഡ്ലൈറ്റ് LED ആക്കിയത് പോലും പലർക്കും ഇഷ്ടമല്ല. എന്തിന് ഇതിന്റെ മിഡ് സ്പെക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവർ അലോയ് കയറ്റി എന്ന് പറഞ്ഞിട്ട് അത് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു ഒച്ചപ്പാടും ബഹളം, ആർക്കും ഇഷ്ടമായില്ല. അവർ അലോയ് കയറ്റിയതും പിന്നെ അവർ എഞ്ചിൻ കേസിംഗ് എടുത്ത് ബ്ലാക്ക് അടിച്ചൊന്നും ആർക്കും ഇഷ്ടമായില്ല. പിന്നെ ഹാർട്ട് ഓഫ് ദി മാറ്റർ ആ ഒരു 649cc ട്വിൻ സിലിണ്ടർ എഞ്ചിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. എയർ കൂൾഡ് ആണ്, എയർ പ്ലസ് ഓയിൽ കൂൾഡ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഓയിൽ കൂളോടെ കാണാൻ പറ്റും. ലിക്വിഡ് കൂളിംഗ് അല്ല. പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 47 ഹോഴ്സ് പവർ ആണ്. ടോർക്ക് അറൗണ്ട് 52 Nm ടോർക്ക്, അതും വെറും 5000 RPM തന്നെ നമുക്ക് കിട്ടും. ആകെ ബെയർ 650 എന്ന് പറഞ്ഞ മോഡൽ മാത്രമേ ടോർക്കിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. 57 Nm ടോർക്ക് ആവാൻ റീസൺ എന്ന് പറഞ്ഞത് എക്സോസിന്റെ റൂട്ടിംഗ് കാരണമാണ് അതിന് ആ ഒരു ടോർക്ക് പമ്പ് കിട്ടിയത് തന്നെ. ഇതിന്റെ എഞ്ചിൻ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ലോ ആൻഡ് ടോർക്കാണ്, പറയണം അടിപൊളി ലോ ആൻഡ് ടോർക്കാണ്. മിഡ് റേഞ്ച് അടിപൊളിയാണ്. Mate 2 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഞാൻ പറഞ്ഞു, വിത്ത് സ്ലിപ്പ് ആൻഡ് ക്ലച്ചിങ് ആളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫോർ സീംലെസ് ഡൗൺ ഷിഫ്റ്റ്, റിയർ വീൽ ലോക്ക് ആവുന്നതിന് നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാതെ തന്നെ ക്ലച്ച് പുള്ള് കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിരിക്കും. ബട്ട്
ബട്ട് സ്റ്റിൽ ഫീൽസ് ഹെവി. ഈവൻ ദോ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ലൈറ്റ് ആണ്. സ്റ്റിൽ അതർ സ്ട്രിപ്പൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഹെവിയർ ആണ്. ഓക്കെ, പിന്നെ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അറൌണ്ട് 12 ലിറ്റേഴ്സിന്റെ ടാങ്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു മോൺസ സ്റ്റൈലിൽ ടാങ്ക് ഫ്യൂലിൻ്റെ കാണാൻ നല്ല രസമാണ്. നമുക്ക് അറൌണ്ട് 12 ലിറ്റേഴ്സ് ആണ്, ഞാൻ പറഞ്ഞ 12-13 ലിറ്റേഴ്സ് ആണ്. മൈലേജ് വളരെ ഡിഫിക്കൽട്ടാണ് പറയാനായിട്ട്, കാരണം നിങ്ങൾ ഓടിക്കുന്ന പോലെ നിങ്ങൾ നന്നായിട്ട് കൈ എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ 23-22 ഒക്കെ പോകാൻ ചാൻസ് കിട്ടും. അതല്ല നല്ല നേഴ്സ് ചെയ്ത് സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്, ഒരുപാട് അപ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റിലായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ തിങ്ക് ക്ലോസ് ടു 30 കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ പറയല്ലോ, കംപ്ലീറ്റ് നിങ്ങൾ എങ്ങനെ ഓടിക്കുന്നു എന്ന പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഒരു GT ഓണേഴ്സിനോട് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മൈലേജ് ഫീസ് കിട്ടില്ല, കാരണം എല്ലാവരുടെ റൈഡിങ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്. നിങ്ങളുടെ റൈഡിങ് സ്റ്റൈൽ പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു മൈലേജ് പറയുന്നത്. പിന്നെ GT ആയതുകൊണ്ട് തന്നെ വളരെ ലോങ്ങർ ആയിട്ടുള്ള സീറ്റാണ്. ബട്ട് മറ്റേ നമ്മുടെ ഇന്റർസെപ്റ്റിൻ്റെ അത്ര ഇല്ല. ഒരുപാട് കുഷൻ എന്ന് ഞാൻ പറയില്ല, കുഷനിങ് ഉണ്ട്, ബട്ട് കുറച്ചൊന്നൊരു ഹാർഡർ സൈഡാണ് സീറ്റ്സ് ഒക്കെ. പിന്നെ ഇവിടെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിന് റിയർ ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ബ്രഷ്ഡ് അലുമിനിയം എന്ന് തോന്നുന്നു. നല്ല ഫിനിഷിംഗ് ആട്ടോ. റിയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പാക്സ് ആണ്, ബട്ട് ഹൈ സെറ്റ് അല്ല, താന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ആ ഒരു ട്വിൻ എക്സോസ് കാണാനായിട്ട് പറ്റും ബാക്കിൽ. ആ ഒരു ട്വിൻ എക്സോസ് കാണാം, ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ. പിന്നെ ബാക്കിൽ 88 mm ട്രാവലുള്ള ഒരു ഡ്യുവൽ ഷോക്ക് ആണ്. കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡ് ആണ്, നിങ്ങൾക്ക് ഇത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 230 mm ഒരു ഡിസ്ക് കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ബൈബിളുടെ കാലിപ്പേഴ്സാണ് വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കിൽ വരുവാണെങ്കിൽ ഒരു ബോക്സ് ആയിട്ടുള്ള ബൾബ്, ടെയിൽ ലൈറ്റ് ആൻഡ് ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ ഇവിടം വരെ മെറ്റലാണ്. ഈ ഒരു പീസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് ചെളിയൊന്നും അടിച്ച് തെറിക്കാതിരിക്കാൻ. പിന്നെ ഒരു ഗ്രാബറിൽ കാണാൻ നല്ല രസമാണ്. അല്ലാണ്ട് പില്ലൻ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാടൊന്നുമില്ല. സീറ്റ് ഞാൻ പറഞ്ഞ കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡാണ്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയെങ്കിൽ മനസ്സിലാവും വണ്ടിക്ക് സാരി കാർഡ് ഉണ്ട്, ബട്ട് ലേഡീസിന് വൺ സൈഡ് ഇരിക്കാനായിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം എക്സോസ്റ്റ് ഇപ്പുറത്തേക്കൂടെ വന്നേക്കാണ്. ഇതിന് സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്, നിങ്ങൾ കണ്ടില്ലേ. എനിക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഇങ്ങനെ ഇരിക്കാം, ബട്ട് ഇപ്പം എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.9 ആണ്. എനിക്ക് ഈസിലി പ്ലാന്റഡ് ഫുഡ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എക്കണോമിക്സ് ഞാൻ പറഞ്ഞു ഫുള്ളി അപ്രൈറ്റ് അല്ല, കുറച്ചൊന്ന് സ്പോർട്ടിനെസ് ആണ്. ഒരു അപ്പാച്ച് RR310 ലെവൽ ഒരു സ്പോർട്ടിനെസ് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോർക്ക് ഇനി ലോവർ ചെയ്യാം, കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഓടിക്കാം. ബട്ട് ടാങ്കി തട്ടുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ടാങ്കി തട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി താത്തി കഴിഞ്ഞാൽ ടാങ്കി തട്ടാൻ ചാൻസ് ഉണ്ട്. സോറി. നമുക്ക് ആ ഒരു റോട്ടറി സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള റോട്ടറി സ്വിച്ച് ഗിയേഴ്സ് ആണ്. നമുക്കിവിടെ ഹൈ ബീം, ലോ ബീം, പാസ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്, എഞ്ചിൻ ഗിൽ സ്വിച്ചും സ്റ്റാർട്ടറും ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ കോഷൻ ലാമ്പും വരുന്നുണ്ട്. ഇൻസ്റ്റാൾ കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആണ്, കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു സ്പീഡോ മീറ്റർ ഉണ്ട്, ഇവിടെ ഒരു RPM മീറ്റർ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു സ്പീഡോ മീറ്റർ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട്. അവിടെ നമുക്ക് ഫ്യൂല് കാണാം, ഓഡോ കാണാം. ഇവിടെ നടുക്കാണ് ടോഗിൾ ചെയ്യുന്നത്. ഓഡോ, ട്രിപ്പ് B, ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല. ഇവിടെ ബേസിക് വാർണിംഗ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ABS, ബാറ്ററി, അങ്ങനെയുള്ള വാർണിംഗ്സ് കാണിക്കുന്നുണ്ട്. 7500 വരെ റെഡ് ലൈൻ കൊടുത്തേക്കുന്ന ഒരു RPM മീറ്ററും കാണാൻ പറ്റുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ ഒരു Type-C USB ചാർജർ ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് GTയുടെ മൊത്തത്തിലുള്ളൊരു വിശേഷം എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ്പെൻസോട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാവേ. മാൻ, ഈ സ്വിച്ച് ഗിയർ ഒക്കെ അവരെനിക്ക് തോന്നുന്നു 2021 ശേഷം കൊണ്ടുവന്ന സ്വിച്ച് ഗിയർ ആണ്. പ്രീവിയസ്ലി ഇങ്ങനെ ആയിരുന്നില്ല സ്വിച്ച് ഗിയർ, നോർമൽ ടൈപ്പ് സ്വിച്ച് ഗിയർ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ബേസിക് സ്വിച്ച് ഗിയർ ആയിരുന്നു. നമ്മുടെ ഇപ്പോൾ സ്ക്രാമിൽ കണ്ടുവന്ന പോലത്തെ അതേ സ്വിച്ച് ഗിയർ ആണ് ഇപ്പോൾ അത് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി ഈ ഒരു സ്വിച്ച് ഗിയർ ആയിട്ടുണ്ട്. പയ്യെ കൈ കൊടുത്ത് കാണിച്ചിട്ടേ, ഒരുപാട് കൊടുക്കാൻ പറ്റില്ല. പെട്രോളിൻ്റെ മണം. പൊളിപ്പൊളേ. ഓൾറൈറ്റ്, ഇനി നമുക്ക് വണ്ടിയുടെ പ്രൈസിലേക്ക് കടക്കാം. 3 വേരിയൻറ്റ് വരുന്നുണ്ട്. ടോട്ടൽ 5 കളേഴ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മളിരിക്കുന്ന ടോപ്പ് സ്പെക് കളർ എന്ന് പറയുന്നത്, ഈ ഒരു മിസ്റ്റർ ക്ലീൻ. ഇതിന് ഏകദേശം നമുക്ക് ഓൺ റോഡ് വരുന്നത്, അല്ലെങ്കിൽ വേണ്ട തല തിരിച്ചു ഓർഡറിൽ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് GTയുടെ റോക്കറ്റ് റെഡ് ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ ആ ബേസിന് വരുന്നത് 4,45,000 രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് വരുന്നത്. GST പുതിയ പ്രൈസിന് ശേഷം 2.0 പ്രൈസിന് ശേഷം 4,45,000 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. പ്രീവിയസ്ലി എത്രയെന്ന് പറയട്ടെ, 4,12 ഉണ്ടായിരുന്നുള്ളൂ. അതെ, 4,12 നിന്നാണ് 4,45 ആയത്. പിന്നെ ഏപ്പെക്സ് ഗ്രേ സ്ലിപ്പ് സ്ട്രീം ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഞാൻ പറഞ്ഞില്ല അലോയ് വരുന്ന വേരിയൻറ്റില്ലേ, അതിനാകുമ്പോഴത്തേക്ക് നമുക്ക് 4,71,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. പ്രീവിയസ്ലി 4,36 ആയിരുന്നു. പിന്നെ നമ്മുടെ ഇരിക്കുന്ന മിസ്റ്റർ ക്ലീൻ നേരത്തെ 4,44,000 ആയിരുന്നു, ഇപ്പോൾ 4,79 ആയിട്ടുണ്ട്. യെസ്, 4,79 ആയിട്ട് പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഏകദേശം 10,000 രൂപയോളം പ്രൈസ് അധികം വന്നിട്ടുണ്ട്, ഹൈക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ GTയുടെ പ്രൈസ് വരുന്നത്. ഇനി ഞാൻ വേണമെങ്കിൽ ബാക്കി വണ്ടിയുടെ പ്രൈസും കൂടി പറഞ്ഞുതരാം.
ബാക്കി ആരെയുള്ള നമുക്ക് ഇന്റർസെപ്റ്ററിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്റർസെപ്റ്റർ നോക്കുവാണെങ്കിൽ സിമിലർ എഞ്ചിനാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പവറിലോ ട്യൂണിങ്ങിലോ ഒന്നിനും വ്യത്യാസമില്ല. ആ ഒരു റൈഡിംഗ് പൊസിഷൻ ചെറിയ വ്യത്യാസമുണ്ട്, ഹാൻഡിലാവും ഈ ഒരു ടെയിൽ പീസ് കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാറ്റി കഴിഞ്ഞാൽ എക്സാക്ട് സെയിം എഞ്ചിനാണ്, എക്സാക്ട് സെയിം പവർ ഫിഗേഴ്സ് ആണ്. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 1 2 3 4 5 6 കളേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കാനൺ റെഡ്, കാലി ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ ബേസ് വേരിയൻ്റാണ്. അതിനകത്തേക്ക് 4,23,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പ്രീവിയസ്ലി 3,92,000. പിന്നെ സൺസെറ്റ് സ്ട്രിപ്പ് ബ്ലാക്ക് എന്നൊരു കളർ വരുന്നുണ്ട്. അതിനകത്തേക്ക് 4,34,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. പ്രീവിയസ്ലി വെറും 4,02,000 രൂപ ഉണ്ടായുള്ളൂ. പിന്നെ ബാഴ്സലോണ ബ്ലൂ ബ്ലാക്ക് റേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അലൈവ് വരുന്ന വേരിയന്റ് അതിനുണ്ട്. അതിനിപ്പോൾ 4,000 രൂപ ഓൺ റോഡ് പ്രൈസ് ഉണ്ട്. പിന്നെ ആ ഒരു ടോപ്പ് അതിനും ഫുൾ ക്രോം കളർ വരുന്നുണ്ട്. പക്ഷെ അതിന് മിസ്റ്റർ ക്ലീൻ എന്നല്ല വിളിക്കുന്നത്, അതിനെ മാർക്ക് 2 ക്രോം എന്നാണ് വിളിക്കുന്നത്. അതിന് ഓൺ റോഡ് പ്രൈസ് 4,61,000 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. പ്രീവിയസ്ലി 4,27,000 ആയിരുന്നു. പിന്നെ അതിന്റെ ടോപ്പിൽ വരുന്നത് ബെയർ 650 ആണ്. ബെയർ 650 ബേസിക്കലി ഇന്റർസെപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിനൊക്കെ 47 PS പവറും 52 ടോർക്കുമാണ്. ബെയർ ആകുമ്പോഴത്തേക്കും നമുക്ക് 47 PS തന്നെയാണ്, ബട്ട് ടോർക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. 57 കാരണം ആ എക്സോസിൻ്റെ റൂട്ടിങ്ങിൽ വ്യത്യാസം വന്നുകൊണ്ട് തന്നെ ടോർക്കിൽ ചെറിയ പമ്പുണ്ട്. അതിന് നമുക്ക് ആക്ച്വലി 4 വേരിയൻറ്റ് വരുന്നുണ്ട്. ബ്രോഡ് വാക്ക് വൈറ്റ് വരുന്നുണ്ട്, അതിനകത്തേക്ക് 4,72 ആവും. പ്രീവിയസ്ലി 4,36 ആയിരുന്നു. പെട്രോൾ ഗ്രീൻ, വൈൽഡ് ഹണി യെല്ലോ ഒരു കളറുണ്ട്, അത് 4,78 ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പ്രീവിയസ്ലി 4,41 ആയിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഗോൾഡൻ ഷാഡോ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് മാത്രമാണ് നമുക്ക് ഗോൾഡ് USD4 വരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കണ്ടുനോക്കാം. അതിനിപ്പോൾ 4,88 ഓൺ റോഡ് വരുന്നത്. പ്രീവിയസ്ലി 4,51 ആയിരുന്നു. പിന്നെ അതിൻ്റെ ടോപ്പ് സ്പെക്ക് വരുന്നത് ഒരു വൈറ്റ് 249 സൈഡിൽ ബ്ലാക്ക് വരുന്ന ഒരു വേരിയൻ്റ് ആണ്. അതിന് ഇപ്പോൾ 4,98,000 രൂപ ഓൺ റോഡ് ആയിട്ടുണ്ട്. പ്രീവിയസ്ലി 4,61 ആയിരുന്നു. പിന്നെ പ്രൈസ് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഷോർട്ട് ഗൺ 650 ആണ്. റോഡ്സ്റ്റർ സ്റ്റൈൽ മോട്ടോർ സൈക്കിളാണ്. ഒരു ലോസ് ലങ് തന്നെയാണ്, ബട്ട് ഒരു റോഡ്സ്റ്റർ എസ്തറ്റിക്കിൽ വരുന്ന മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്ക് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കാം. മെറ്റൽ ഗ്രേ, ഗ്രീൻ ഡ്രിൽ, പ്ലാസ്മ ബ്ലൂ, സ്റ്റെൻസിൽ വൈറ്റ്, ഇങ്ങനെ 4 കളേഴ്സാണ്. അതിൽ ഗ്രീൻ ഡ്രിൽ ആൻഡ് പ്ലാസ്മ ബ്ലൂ എന്ന് പറയുന്ന സെക്കൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് തന്നെ ഉറങ്ങാം. ഷീറ്റ് മെറ്റൽ ഗ്രേ എന്ന് പറയുന്ന ബേസിന് നമുക്ക് ഇപ്പോൾ ഓൺ റോഡ് വരുന്നത് 4,99,000 രൂപയാണ്. പ്രീവിയസ്ലി 4,62 ഉണ്ടായുള്ളൂ. പിന്നെ ആ ഒരു മിഡ് വേരിയൻറ്റ് ഗ്രീൻ ഡ്രിൽ പിന്നെ പ്ലാസ്മ ബ്ലൂ, ആ ഒരു മിഡ് വേരിയൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 5,13 ആയി ഓൺ റോഡ്. ഇപ്പോൾ പ്രീവിയസ്ലി 4,75 ആയിരുന്നു. പിന്നെ സ്റ്റെൻസിൽ വൈറ്റ് എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റ് ഇപ്പോൾ 5,17 ആയിട്ട് ഓൺ റോഡ് പ്രൈസ് കൂടിയിട്ടുണ്ട്. പ്രീവിയസ്ലി 4,78 ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഷോർട്ട് ഗൺ 650യുടെ പ്രൈസ് വരുന്നത്. ഷോർട്ട് ഗൺ 650 പറഞ്ഞ പോലെ തന്നെ പവർ ഫിഗേഴ്സ് ഞാൻ പറഞ്ഞു ഒരു മാറ്റമില്ല, സെയിം എഞ്ചിനാണ്, ഷാസി വ്യത്യാസമുള്ളൂ. സെയിം എഞ്ചിൻ തന്നെയാണ് അതിലും കെട്ടി തൂക്കിയിട്ടേക്കണേ. ഞാൻ പറഞ്ഞു ബെയറിന് മാത്രമേ ടോർക്ക് ഫിഗേഴ്സ് വ്യത്യാസമുള്ളൂ. അതിന് വെയിറ്റ് ആക്ച്വലി കൂടുതലാണ്, ഏകദേശം 240 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നതാണ് ക്ലാസിക് 650. അതിന് നമുക്ക് ആക്ച്വലി 4 കളേഴ്സ് വരുന്നുണ്ട് ബേസ് വരുന്നത്. അതിനകത്തേക്ക് നമുക്ക് 4,59 ഓൺ റോഡ് വരുന്നുണ്ട്. പ്രീവിയസ്ലി 4,29 ആയിരുന്നു. പിന്നെ TL എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്, സ്ലൈറ്റ്ലി ഒരു ഗ്രീനിഷ് ബ്ലൂയിഷ് ടൈപ്പുള്ള കളറാണ്. അതിനകത്തേക്ക് 4,65 ഓൺ റോഡ് വരുന്നത്. പ്രീവിയസ്ലി 4,34 ആയിരുന്നു. പിന്നെ അതിനും ടോപ്പ് സ്പെക്ക് എന്ന് പറയുന്നത് ക്രോം ആണ്, ബ്ലാക്ക് ക്രോം എന്ന് വിളിക്കുന്നത്. അതിന് ഏകദേശം 4,76 ഓൺ റോഡ് വരുന്നുണ്ട്. പ്രീവിയസ്ലി 4,45 ആയിരുന്നു. ഞാൻ ആ ബ്ലാക്ക് ക്രോമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം. എല്ലാത്തിൻ്റെ URL വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് സൂപ്പർ മീറ്റിയർ ആണ്. സൂപ്പർ മീറ്റിയറിനും ആക്ച്വലി 3 വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൽ മിഡ് വേരിയൻറ്റ് 2 കളേഴ്സ് ഉണ്ട്. ബേസ് എന്ന് പറയുന്നത് ആസ്റ്റൽ ബ്ലാക്ക് ആണ്. അതിനകത്തേക്ക് നമുക്കിപ്പോൾ 5 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. നേരത്തെ 4,67 ആയിരുന്നു. 5,05,000 ഉണ്ടോ, അതിപ്പോൾ നേരത്തെ 4,67 ആയിരുന്നു. പിന്നെ ഇൻ്റർസ്റ്റെല്ലാർ ഗ്രേ ഗ്രീൻ എന്നിട്ടൊരു 2 കളേഴ്സ് വരുന്നുണ്ട് മിഡ് വേരിയൻറ്റ്. അതിപ്പോൾ 5,25 ആയിട്ട് കൂടിയിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ്. പ്രീവിയസ്ലി 4,84 ആയിരുന്നു. പിന്നെ സെലസ്റ്റൽ ബ്ലൂ വൈറ്റ്, അതാണ് ടോപ്പ്. അതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ 5,46 ആയി ഓൺ റോഡ്. പ്രീവിയസ്ലി 5,05 ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് 650cc വണ്ടികളുടെ പ്രൈസ്. ഐ തിങ്ക് ഐ കവേർഡ് പ്രറ്റി മച്ച് ഓൾ ദി 650cc. കറണ്ട് പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ 650cc ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി അപ്കമിങ് ആയിട്ട് വരാനുള്ളത് നമ്മുടെ ബുള്ളറ്റ് 650 ആണ്. യെസ്, ഈ ഐക്മ 2025 റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചാണ്. ബുള്ളറ്റിൻ്റെ 650cc സിമിലർ ആണ് ടു ക്ലാസിക്, ആ ഒരു സെയിം ഷാസി തന്നെയാണ്, ബട്ട് ആ ഒരു ബുള്ളറ്റിൻ്റെ സ്റ്റൈലേക്ക്. അത് പ്രൈസോ കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, വണ്ടി ജസ്റ്റ് അവതരിപ്പിച്ചുള്ളൂ. ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. പിന്നെ യെസ് ഐ നോ 750 എവിടെ, യെസ് 750 ഇപ്പോഴും ഇൻ പ്രോഗ്രസ് ആണ്. ഐക്മയെ പോലും ഒരു ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി റിവീൽഡ് ചെയ്തിട്ടില്ല. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു അറിവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റിലുള്ള കൈസ മോട്ടോഴ്സിന് കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻഡ് ഓഫ് ദിസ് വീഡിയോ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.